ആളുകൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നൊരു കാര്യമാണ് HIV വന്നു കഴിഞ്ഞാൽ, പിടിപെട്ടു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ജീവിതം മൊത്തം പോയല്ലോ എന്ന്. അത്രയ്ക്കും ആളുകൾ HIV പേടിക്കുന്നുണ്ട്. പക്ഷേ ഇതിലും മാരകമായ മറ്റു പല അസുഖങ്ങളും വന്നു കഴിഞ്ഞാൽ ആളുകൾ ധൈര്യത്തോടുകൂടി അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അവർ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുകയും അതിൽ നിന്ന് വിമുക്തി നേടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിക്കലും HIV മാറില്ല. എന്നാൽ മാറാത്ത മറ്റു പല ജീവിതശൈലി രോഗങ്ങൾ വരുമ്പോഴും ആർക്കും പേടിയൊന്നുമില്ല. ഇപ്പം പ്രമേഹം വന്നു, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ വന്നു, ഇതൊന്നും കാണുമ്പോഴേക്കും അത് പ്രശ്നമില്ല, അതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണല്ലോ, ആര് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമുള്ളത് കൊണ്ടാണ് ഏറ്റവും വലിയ പേടിയും വിഷമവും ഒക്കെ. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് BP പോലെയോ അല്ലെങ്കിൽ പ്രമേഹം പോലെയോ മറ്റ് ജീവിതശൈലി രോഗങ്ങൾ പോലെയോ മരുന്നുകൾ കറക്റ്റായി കഴിച്ച് ചിട്ടയായ ജീവിതശൈലിയിൽ കൂടി ഈ രോഗം നിയന്ത്രിച്ച് എത്ര കാലം വേണമെങ്കിലും മുന്നോട്ട് പോകാം. ഇപ്പോൾ ഒരു ഷുഗറുള്ള വ്യക്തി നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എത്ര നാൾ ജീവിച്ചിരിക്കാൻ പറ്റുമോ അത്രയും കാലം ജീവിച്ചിരിക്കാം. എന്നാൽ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു പ്രമേഹം ബാധിച്ച ആളാണെങ്കിലും ചിലപ്പോൾ 3-4 വർഷത്തിനുള്ളിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകാം. അപ്പോൾ മരുന്ന് കഴിച്ച് ചിട്ടയായ ജീവിതശൈലി കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏതൊരു അസുഖം പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകാവുന്ന ഒന്നാണ് HIV അണുബാധയേറ്റ ഒരാളുടെ ജീവിതം. അതുകൊണ്ട് ഇതൊരിക്കലും ജീവിതത്തിൻ്റെ അവസാനമാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഇപ്പോഴും നമ്മൾ പല രീതിയിലുള്ള ദുരൂഹമായ വാർത്തകളും വായിക്കാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം തോന്നും. അപ്പോൾ ആർക്കെങ്കിലും HIV ഉണ്ടായെന്ന് ഏതെങ്കിലും രീതിയിൽ രക്തപരിശോധനയിലൂടെ തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എവിടെ പോകേണ്ടത് നിങ്ങൾക്കറിയാം. എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ജ്യോതി സെൻ്ററുകളുണ്ട്. അവിടെ കൗൺസിലിങ്ങും HIV ടെസ്റ്റിങ്ങും ഗവൺമെൻറ്റിൽ നിന്ന് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ ജ്യോതി സെൻറ്റർ പ്രവർത്തിക്കുന്നത്. അതെല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിനുള്ളിലും കാണും. അവിടെ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ HIV സ്റ്റാറ്റസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാം സൗജന്യമായിട്ട്. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അസുഖം വന്നു കഴിയുമ്പോഴേക്കും പുറത്തുള്ളവരോട് പറയാൻ പറ്റില്ല. കാര്യം ഉടനെ എന്താ വിചാരിക്കുക, ഇത് വന്നത് വേറെ ദുർനടപ്പ് മൂലമാണല്ലോ എന്നുള്ള പേരുദോഷം ഒരു വലിയ കുറ്റവാളിയെ പോലെയോ തെറ്റുകാരനെ പോലെയോ അല്ലെങ്കിൽ തെറ്റുകാരിയെ പോലെയോ ആളുകൾ കാണുമെന്നുള്ള ഭയം. പക്ഷേ എപ്പോഴും ഈ തെറ്റായ വഴി കൂടെ അല്ലല്ലോ HIV വരുന്നത്. ചിലപ്പോൾ മനസ്സറിയാതെ അവരൊന്നും ചെയ്ത് കാണില്ല. ഒരു തെറ്റും ചെയ്യാത്ത സ്ത്രീക്കോ പുരുഷനോ അവരുടെ വിശ്വസ്തരല്ലാത്ത പങ്കാളികളിൽ നിന്നുണ്ടാകില്ലേ, അതല്ല അണുവിമുക്തമാക്കാത്ത ഉപകരണങ്ങളിൽ നിന്ന്. അതായത് ഉദാഹരണമായിട്ട് ഹോസ്പിറ്റലൊക്കെ ഉപയോഗിക്കുന്ന പല എക്യുപ്മെൻറ്റ്സും ഉണ്ടല്ലോ. ഇപ്പോൾ സർജറിക്ക് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഡെൻ്റൽ എക്യുപ്മെൻറ്റ്സ്, അല്ലെന്നുണ്ടെങ്കിൽ സിറിഞ്ച്, നീഡിലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. കാര്യം അവിടെ പ്രോപ്പറായിട്ട് ഒരു സ്റ്റെറിലൈസേഷൻ, അണുവിമുക്തമാക്കൽ നടക്കുന്നില്ലായിരുന്നു. അങ്ങനെയൊക്കെ പലർക്കും ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോഴേക്കും എല്ലാ ഡിസ്പോസിബിൾ സിറിഞ്ചുകളും അതേപോലെ വലിയ ആധുനിക സംവിധാനങ്ങളുള്ളത് കൊണ്ട് മെഡിക്കൽ ഫീൽഡിൽ നിന്ന് പകരുന്നത് വളരെ കുറവാണ്. ഈ അണുവിമുക്തമാക്കാത്ത ഉപകരണങ്ങളിൽ നിന്ന് പകരുന്നത് തുലവും കുറവാണ്. പിന്നെ ഉള്ളത് ഈ ബ്ലഡ് ട്രാൻസ്മിഷൻ വഴിയാണ്. കാര്യം ആ ഒരു ബ്ലഡ് കൊടുക്കുന്ന ആൾക്ക് HIV ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വിൻഡോ പീരിയഡിലാണെങ്കിൽ, അതൊരു 3 മാസത്തെ ഇടവേള ഉണ്ടല്ലോ, അപ്പോൾ ഒരു ടെസ്റ്റിലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ അയാൾ ബ്ലഡ് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അറിയാതെ തന്നെ HIV ഇൻഫെക്റ്റഡ് ആകാൻ കാരണമാകും. അതൊക്കെ ഇപ്പോഴും നടക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ റിസ്കുകൾ ഇപ്പോഴും കൂടി നിൽക്കുന്ന 1-2 മേഖലകളുണ്ട്. അത് ഒന്നാണ് പച്ചക്കുത്തൽ. നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരേ സൂചി വെച്ചിട്ട് വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം വഴിയിൽ നിന്ന് പച്ച കുത്തുക. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഓരോ ആൾക്കും സ്പെഷ്യലൈസ്ഡ് ആയിട്ട് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള നീഡിൽസ് ഉപയോഗിക്കുന്ന സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് മാത്രമേ പോകാവൂ എന്നുള്ളത് പച്ചക്കുത്തുന്നവർ എപ്പോഴും ഓർക്കണം. അത് വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് അണുവിമുക്തമാക്കിയിട്ടില്ലെങ്കിൽ. ബാർബർ ഷോപ്പുകളിൽ നിന്നും ബ്യൂട്ടി പാർലറുകളിൽ നിന്നും അവിടുത്തെ ഉപകരണങ്ങൾ വഴി പകരാനുള്ളൊരു ചാൻസ് പൂർണ്ണമായി അപ്രത്യക്ഷമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്തെല്ലാം അത്യാധുനികമായുള്ള സ്ഥലങ്ങളായതുകൊണ്ട് അതിനുള്ള ചാൻസ് കുറവാണെങ്കിലും അല്ലാതെ ഹൈജീനിക് അല്ലാത്ത സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ആ റിസ്ക് ഒഴിവായെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെയാണ് ലഹരി മരുന്നുകൾ ഒരേ സിറിഞ്ചും സൂചിയും ഉപയോഗിച്ച് ഒരു ഗ്രൂപ്പിൽ തന്നെ പങ്കിടുന്ന ആളുകളുണ്ട്. അവർക്ക് ഹൈ റിസ്ക് ആണ്. ആ റിസ്ക് ഇപ്പോഴും പോയിട്ടില്ല. നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട് അത്തരം ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവർക്ക് HIV പിടിപെടുന്നുള്ളത് ഒരു സത്യമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പം മനുഷ്യർക്ക് സ്വന്തം പ്രവൃത്തി കൊണ്ടും വരാം, മനസ്സറിയാതെയും വരാം. അങ്ങനെയുള്ള സാഹചര്യമുള്ളപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്.
അപ്പം ആരെങ്കിലും ഏതെങ്കിലും ഒരു അവസരത്തിൽ HIV ആണെന്നറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നിൻ്റെയും അവസാനമല്ല എന്നുള്ളത് ആദ്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അടുത്ത വൈദ്യസഹായങ്ങൾ സ്വീകരിക്കുക. ഇനി ഒരാൾക്ക് HIV വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം കാണും, പക്ഷേ അത് മറ്റു കടുങ്കൈകളിലേക്ക് പോകാൻ പാടില്ല. ചികിത്സ തേടുക. അപ്പോൾ ഇങ്ങനൊരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൽ എല്ലായിടത്തും ജ്യോതിസ് സെൻ്ററുകളുണ്ട്. ആ ജ്യോതിസ് സെൻ്ററുകളിൽ നിങ്ങൾക്ക് പോയി അവിടുത്തെ കൗൺസിലറെ കാണാം. HIV ബാധിച്ച ആളിൻ്റെ പേരും വിലാസവും ഐഡൻറ്റിറ്റിയും ഒക്കെ പൂർണ്ണമായും സുരക്ഷിതമായിരിക്കും. നിങ്ങളുടെ ഫോൺ നമ്പരോ നിങ്ങളുടെ വിലാസമോ ഒക്കെ അവിടെ കൊടുത്താൽ ഒരാൾ പോലും അതിൻ്റെ പിറകെ വരില്ല. നിങ്ങളെ ആരും ഒരു രീതിയിലും സമൂഹത്തിലേക്ക് കാട്ടിക്കൊടുക്കില്ല. നിങ്ങളുടെ വിവരങ്ങളൊക്കെ പൂർണ്ണ സുരക്ഷിതമായിരിക്കും. ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്താൽ തന്നെ അത് വലിയൊരു കുറ്റവുമായിരിക്കും. അങ്ങനെയൊന്നും നടക്കില്ല. കാര്യം നമ്മുടെ സമൂഹത്തിൽ തന്നെ HIV ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്, നമ്മൾ അറിയുന്ന പോലും ഇല്ല. അപ്പോൾ ഇങ്ങനെ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ജ്യോതിസ് ക്ലിനിക്കുകളിൽ ചെല്ലുക. അവിടുന്ന് കൗൺസിലർ നിങ്ങളെ ART സെൻറ്ററിലേക്ക് വിടും. ART എന്ന് പറഞ്ഞാൽ ആൻറ്റി റിട്രോ വൈറൽ തെറാപ്പി. ഈ റിട്രോ വൈറസിൻ്റെ ഗ്രൂപ്പിൽ പെട്ടതാണ് HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അതുകൊണ്ടാണ് ആൻറ്റി റിട്രോ വൈറൽ തെറാപ്പി എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് മരുന്നുകൾ ലഭ്യമാണ്. ആ മരുന്നുകൾ പരിശോധനകളൊക്കെ ചെയ്ത് സ്ഥിരമായി കഴിക്കുന്നത് വഴി HIV അണുക്കൾ ഒരു പരിധിയിൽ കൂടുതൽ ശരീരത്തിൽ പെരുകില്ല. അപ്പോൾ തന്നെ അത് പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല. ആരോഗ്യപരമായിട്ട് ഡോക്ടർ പറയുന്ന രീതിയിൽ ജീവിതശൈലി ക്രമപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകാം. സാധാരണ ഒരു മനുഷ്യനെ പോലെ ജീവിക്കാം, സാധാരണ രീതിയിലുള്ള ജോലികൾ ചെയ്യാം, സാധാരണ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്ത് എത്രത്തോളം കാലം നമ്മളുടെ ജീവിതം ഇങ്ങനെ പോകുന്നോ അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ART സെൻ്ററുകളിൽ നിന്ന് ട്രീറ്റ്മെൻറ്റും അനുബന്ധമായിട്ടുള്ള എല്ലാ സഹായ സൗകര്യങ്ങളും ഗവൺമെൻറ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് പണ്ടോട്ടേ ഉണ്ട്. അപ്പോൾ അങ്ങനെ സേഫായിട്ട് പോകാം. പിന്നെ ആദ്യമേ തന്നെ മരുന്ന് കഴിക്കേണ്ട കാര്യമില്ല. അവിടെ പോകുമ്പോഴേക്കും ഈ വൈറസ് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് CD4 കൗണ്ട് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ചെയ്ത ശേഷമാണ് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുക. ചിലപ്പോൾ മരുന്നുകൾ ആദ്യകാലത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മതി. നല്ല ഭക്ഷണം, നല്ല വ്യായാമം, പിന്നെ മറ്റ് നല്ല ജീവിതശൈലികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി തന്നെ കുറച്ച് നല്ല രീതിയിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഈ ART മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നല്ല രീതിയിൽ ഒരു പ്രമേഹം പോലെയോ BP മരുന്ന് കഴിക്കുന്ന പോലെയോ HIV നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് ആരോഗ്യപരമായിട്ട് അധ്വാനിച്ച് നമ്മളുടെ ജീവിതം സാധാരണ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പോഴും ഇത് സംബന്ധിച്ച് ധാരാളം മെയിലുകൾ വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. എല്ലാ ജില്ലകളിലും ART സെൻറ്റേഴ്സ് ഉണ്ട്. അതേപോലെ അവിടെ കൗൺസിലേഴ്സ്, ഡോക്ടേഴ്സ്, മറ്റ് ആരോഗ്യ പ്രവർത്തകരൊക്കെ കാണും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ചോദ്യങ്ങൾക്കുമൊക്കെ സഹായത്തിനും സമാധാനത്തിനും അവർ കൂടെ കാണും. മരുന്നുകളും കിട്ടും. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് AIDS അല്ലെങ്കിൽ HIV ബന്ധപ്പെട്ട് എന്തെല്ലാം സ്ഥാപനങ്ങളുണ്ട്, എന്തെല്ലാം സഹായങ്ങൾ കിട്ടും, ART സെൻറ്റർ എവിടെയാണ്, നിങ്ങൾക്ക് അങ്ങനെയുള്ള എല്ലാ സംശയങ്ങളും നമ്മുടെ ഓരോ സംസ്ഥാനത്തിലുമുള്ള എല്ലാ സംശയങ്ങളും തീർക്കാൻ വേണ്ടിയിട്ട് 1097 എന്ന ഹെൽപ്പ് ലൈനിൽ വിളിക്കുക. അത് നാഷണൽ AIDS ഹെൽപ്പ് ലൈനാണ്. എല്ലാ ഭാഷകളിലും ലഭ്യമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ത് സംശയമാണെങ്കിലും അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പറ്റിയിട്ടാണെങ്കിലും മറ്റെന്ത് ഡൗട്ടാണെങ്കിലും HIV AIDSനെ പറ്റിയിട്ടാണെങ്കിൽ അതിനുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇത് ഒരു ബേസിക്കായിട്ടുള്ള ഇൻഫർമേഷൻ മനസ്സിൽ വയ്ക്കുക. 1097 ടോൾ ഫ്രീ നമ്പറാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിങ്ങൾ HIV ബാധിതനോ ബാധിതയോ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ ചെയ്യുക. മരുന്ന് തരുന്നത് ഒരു ദിവസം പോലും മുടക്കരുത്. വ്യായാമം മുടക്കരുത്. നല്ല ഭക്ഷണം, നല്ല ജീവിതശൈലി വേണം. പുകവലി, മദ്യപാനം ഇങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക. മനസ്സിനെ ശാന്തമാക്കി ആവശ്യത്തിന് വിശ്രമം, ഉറക്കമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണയുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്നുകൾ കഴിക്കുന്ന പോലെ എന്നും മരുന്നുകൾ കഴിച്ച് നല്ല ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകാം. ഇനി അതല്ല, ഇതിലൊക്കെ കാലതാമസം വരികയാണെന്നുണ്ടെങ്കിൽ HIV വൈറസ് ശരീരത്തിൽ നന്നായി വ്യാപിക്കുകയും എണ്ണം പെരുകുകയും പ്രതിരോധ ശക്തി ശരീരത്തിൽ നഷ്ടപ്പെടുകയും ആ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുന്നത് മൂലം മറ്റ് പല അസുഖങ്ങളും പെട്ടെന്ന് വന്ന് ആൾ പെട്ടെന്ന് തന്നെ AIDS എന്നുള്ള ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ പ്രതിരോധ ശക്തിയില്ലാതെ ഏത് രോഗാണുക്കളും മനുഷ്യ ശരീരത്തെ ആക്രമിച്ച് കീഴടക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മളതിനെ AIDS എന്ന് വിളിക്കുക. അപ്പം കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ HIV പോസിറ്റീവ് എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ മുന്നോട്ട് പോകും. അതാണ് ഷുഗർ, പ്രഷറൊക്കെ പോലെ ജീവിതശൈലി രോഗം പോലെ മുന്നോട്ട് പോകും. അതല്ല, ശ്രദ്ധിച്ചില്ല, ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ അത്
പ്രതിരോധ സംവിധാനം തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക്, എയ്ഡ്സ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയും ഏതെങ്കിലും അസുഖം, ചിലപ്പോൾ ന്യൂമോണിയ ആകാം, അല്ലെങ്കിൽ TB ആകാം, അങ്ങനെ പുറത്തുനിന്നുള്ള എന്ത് ഇൻഫെക്ഷൻ വേണമെങ്കിലും ശരീരത്തെ ബാധിച്ചിട്ട് പെട്ടെന്ന് തന്നെ രോഗിയുടെ നില വഷളാകും. അങ്ങനെ ആളുകൾ ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമാകാതെ മരിച്ചു പോവുകയും ചെയ്യും. ഇതാണ് നടക്കുന്നത്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ അവനവൻ ഇതിനെക്കുറിച്ചിട്ടുള്ള അവയർനെസ് ഉണ്ടായാൽ മാത്രം മതി. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ദുഃഖിക്കേണ്ടി വരും. അത്ര മാത്രമേ HIV ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ പത്രത്തിലോ അല്ലെങ്കിൽ സിനിമകളിലോ ഒക്കെ ഇപ്പോഴും ഇത് വലിയൊരു കോംപ്ലിക്കേറ്റഡ് കാര്യമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. പല വാർത്തകളും നമ്മളെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ അറിവില്ലായ്മയാണ് കാരണം. നമ്മുടെ ഗവൺമെൻറ് ഇത്രയും നല്ല സംവിധാനങ്ങൾ, ആരോഗ്യ സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മനുഷ്യനെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ. അപ്പം എന്തസുഖം വന്നെന്ന് പറഞ്ഞാലും അതിൽ യഥാർത്ഥ സംവിധാനങ്ങൾ, യഥാർത്ഥ അറിവുകൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോഴേക്കും മനുഷ്യനെ സ്വസ്ഥമായും സമാധാനപരമായും ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ HIV കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ HIV ബാധിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ സുരക്ഷിതമായിരിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. പക്ഷെ മനസ്സറിയാതെ വന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അബദ്ധവശാൽ പറ്റിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ജീവിതത്തിൻ്റെ അവസാനമല്ല. മുന്നോട്ട് പോകാൻ പറ്റും, ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് വിചാരിക്കും.